തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകില്ല എന്ന വാർത്ത. ശിക്ഷാവിധിയിലെ വാദമായിരിക്കും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് നടക്കുക. ഗ്രീഷ്മയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു കഴിഞ്ഞു. ഷാരോണിൻ്റെ വീട്ടുകാർ ഉടൻ വിധി കേൾക്കാനായി കോടതിയിലേക്ക്. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ വീട്ടിലുള്ള അമ്മയും അച്ഛനും ഈ വിധി വാദപ്രതിവാദങ്ങൾ കേൾക്കാനായി കോടതിയിലേക്ക് പോകാനൊരുങ്ങുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ കോടതിയിൽ ഇന്ന് വിധി പറയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാദിയും പ്രതിയും പറയുന്നത് കേൾക്കാൻ കോടതി താല്പര്യമെടുക്കുകയും നാളെ തിങ്കളാഴ്ച, നാളെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചയായിരിക്കും മിക്കവാറും വിധി ഉണ്ടാകുക. അത് എനിക്ക് തോന്നുന്നത് അഡീഷണൽ സെഷൻസ് കോടതിയുടെ തീരുമാനം ആണ്. സലീം മാലിക് ഈ ഷാരോണിൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സലീം, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും കോടതിയിൽ പോയിരുന്നില്ല. ഇപ്പോൾ സഹോദരനും അച്ഛനും അമ്മയും കോടതിയിലേക്ക് പോവുകയാണ്. പറയും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ആ വിധി കേൾക്കാനായി കോടതിയിലേക്ക് പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇന്നലെ ഈ ശിക്ഷാവിധിക്ക് മുൻപ് പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന വിധി പുറപ്പെടുവിക്കുന്ന ദിവസം സഹോദരൻ മാത്രമായിരുന്നു കോടതിയിലേക്ക് പോയിരുന്നത്. പക്ഷേ ഇന്ന് കുടുംബം മുഴുവൻ, അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർ കോടതിയിലേക്ക് പോവുകയാണ്. ശിക്ഷാവിധി എന്ത് എന്നറിയാനാണ് കോടതിയിലേക്ക് പോകുന്നത്. ഇന്നലെ ഈ വിധി വന്ന ഉടൻ അമ്മയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഉൾപ്പെടെ പോകും. അത് ഇന്നത്തെ ശിക്ഷാവിധിക്ക് ശേഷം അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് കുടുംബം അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് തുടർന്ന് പോകില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിധിക്കുക, ശിക്ഷ കിട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം ഏറെക്കുറെ അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. പരമാവധി ശിക്ഷ തന്നെ ഇന്ന് ഉണ്ടാകും, അവർക്ക് ഗ്രീഷ്മയ്ക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം പോകുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റാവശ്യങ്ങളൊന്നുമില്ല. കോടതിയിൽ ഉയർത്തിയ 4 വകുപ്പുകളും, ഗ്രീഷ്മയ്ക്കെതിരെ ഉയർത്തിയ 4 വകുപ്പുകളും കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വിധി പറച്ചിലിൽ പൂർണ്ണ സംതൃപ്തിയാണുള്ളത്. മേൽക്കോടതിയിലേക്ക് പോകും എന്ന് പിതാവും മാതാവുമായിരുന്നു പറഞ്ഞിരുന്നത്. അവർ അസുഖക്കാരാണ്, അവർ അപ്പോഴത്തെ വൈകാരികതയിൽ പറഞ്ഞതാണ് എന്നുള്ളതാണ് സഹോദരൻ ഷീമോൻ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഗ്രീഷ്മയെ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഈ കുടുംബത്തിന്റെ ആവശ്യം എന്നുള്ളതാണ്. അതേസമയം ഇന്ന് ഈ കോടതിയിലേക്ക് എത്തിയാലും ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും ആദ്യം ശിക്ഷയിന്മേൽ വാദം, സാധാരണഗതിയിലുള്ള നടപടി ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള കോടതിയുടെ നടപടിയിൽ ആദ്യ ദിവസം ഈ കോടതിയുടെ വിധി, അത് കുറ്റക്കാരാണോ, പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന വിധി പറച്ചിലാണ്. അതിന് പിന്നാലെ പിറ്റേ ദിവസം രാവിലെ പകൽ സമയത്ത് ശിക്ഷാവിധിയിന്മേലുള്ള വാദവും ഉച്ചയോടുകൂടി ആ ശിക്ഷാവിധി എന്നുള്ളതാണ് കഴിഞ്ഞ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ നമ്മൾ കണ്ടത്. ഇന്ന് ഒരുപക്ഷെ ശിക്ഷാവിധി ഉണ്ടായേക്കില്ല എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായും ജഡ്ജിയുടെ വിവേചനാധികാരമാണ്. അദ്ദേഹം ഈ ശിക്ഷാവിധിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളുടെ പ്രതിഭാഗം ഏത് തരത്തിലുള്ള ശിക്ഷ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിഭാഗത്തിൻ്റെ ഒന്ന് കേൾക്കുക എന്നുള്ള ചടങ്ങാണ്. അതിന് പിന്നാലെയാണ് ശിക്ഷാവിധി വയ്ക്കുക. നിലവിൽ തന്നെ ആ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട രൂപരേഖ ഈ ജഡ്ജി തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിന് പിന്നാലെയാണ് ആ വിധി എന്ത് എന്നറിയാൻ. ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഷാരോണിന്റെ കുടുംബം ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് പോയിരിക്കുന്നത്. SKN മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഷബീദ് റാവുത്തർ കൂടി നെയ്യാറ്റിൻകരയിൽ നിന്നും തത്സമയം ചേരുന്നു. ഷബീദ്, യഥാർത്ഥത്തിൽ വിധി വരാൻ സമയമെടുക്കും, എന്നാൽ പ്രതിവാദങ്ങൾ ഉടൻ ഉണ്ടാകും. എന്തായിരിക്കും കോടതി നടപടികൾ? ഒരു കൂസലുമില്ലാതെയാണ് ഈ 1-ാം പ്രതി ഗ്രീഷ്മ കോടതിയിലേക്ക് യാത്ര തിരിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ചെയ്ത കുറ്റത്തിൽ അവർക്കൊരു പശ്ചാത്താപവും അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാനാവും. വിവരങ്ങൾ ഇതൊരു സാധാരണ കേസായിരുന്നില്ല. ഈ കേസിന്റെ അന്വേഷണം, അതിനുശേഷം അത് കോടതിയിലേക്ക് എത്തുന്നു, റിപ്പോർട്ടായി. അതിനുശേഷം നടന്ന വിചാരണ നടപടികളിലൊക്കെ അത്യസാധാരണമായ സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, കോടതിയിൽ ഈ പ്രതിഭാഗത്തിന്റെ ഒരു പ്രധാന വാദം തന്നെ ആത്മഹത്യാ പ്രേരണയുള്ളയാളാണ് ഗ്രീഷ്മ. മാത്രവുമല്ല, വെബ് സെർച്ച് അടക്കം പാരക്വിറ്റ്, അതേപോലെ തന്നെ ജ്യൂസ് ചലഞ്ചിന് മുൻപ് പാരസെറ്റാമോളിനെ കുറിച്ചൊക്കെ വെബ് സെർച്ച് നടത്തിയതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കൗതുകമുണർത്തുന്ന തരത്തിലുള്ള വാദങ്ങൾ അത് പ്രതിഭാഗം ഉന്നയിച്ചു. ജ്യൂസ് ചലഞ്ചിന് മുൻപ് പാരസെറ്റാമോൾ വെബ് സെർച്ച് നടത്തിയത്, അതായത് പാരസെറ്റാമോളിന്റെ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ വെബ് സെർച്ച് നടത്തിയത് ഗ്രീഷ്മയ്ക്ക് പനിയായതിനാലാണ്. പാരക്വിറ്റിനെ കുറിച്ച് വെബ് സെർച്ച് നടത്തിയത് ആത്മഹത്യാ പ്രവണത അത് ഗ്രീഷ്മയ്ക്ക് ഉള്ളതിനാലാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്ന 20 മിനിറ്റ്, ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോൺ എത്തിയ ആ 20 മിനിറ്റിൽ ഗ്രീഷ്മ മുഖം കഴുകാനായി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ